എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഈദാവുമ്പോഴേക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഐറ്റമാണ് സ്വീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള സ്വീറ്റാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അത് ഞാനിവിടെ നെസ്ലെ മിൽക്ക് മെയ്ഡ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെസ്ലെ മിൽക്ക് മെയ്ഡ് ആണ്. അപ്പൊ ഞാനിവിടെ 1/2 ടിൻ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാ നമ്മളെ നെസ്ലെ മിൽക്ക് മെയ്ഡ് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതാ നമുക്ക് ഇനിയിപ്പോൾ കൈകൊണ്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഞാനിവിടെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് സെൻറ്ററിലേക്ക് വെക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ബദാം വെച്ച് കൊടുക്കാം. ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടിയെടുക്കാം. അതായത് ആ ബദാം ഉള്ളിലിരിക്കുന്നത് നമ്മൾ പുറത്ത് കാണരുത്, ആ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കണം. ഇപ്പം ഞാനിതാ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തതിലേക്ക് ഇതിട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴേക്ക് നമ്മളുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൽ കോട്ടായി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്, മിനി കപ്പ് കേട്ടോ. ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അടുത്തത് ഞാൻ നമ്മളുടെ ചോക്ലേറ്റാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ചോക്ലേറ്റ് എടുത്ത് സെൻറ്ററിലേക്ക് വെച്ചു. ഇനി ചോക്ലേറ്റ് കാണാത്ത വിധത്തിൽ ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്യാം. അപ്പം ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ ബദാം എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഉള്ളിലേക്കാക്കി ഉരുട്ടി റോൾ ചെയ്ത് മാറ്റി വെക്കണം. അപ്പം അതിൽ ഈ ചോക്ലേറ്റ് കിട്ടുന്ന കുട്ടികളെ കൊണ്ട് ഒന്നുകിൽ പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ഡാൻസ് കളിപ്പിക്കുക, അതായത് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം. അപ്പം ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പം നമ്മൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഇതിൽ ഏതിലാണ് ചോക്ലേറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പം ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ട് അങ്ങനെ അവരെ കൊണ്ടൊക്കെ ഇതുപോലെയുള്ള അവരുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുമ്പം അവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പം കുട്ടികളെല്ലാവരും കൂടുമ്പം ഇങ്ങനെയൊക്കെ ഉള്ള കൊച്ചു കൊച്ചു ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർക്കും ഒരു സന്തോഷം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിപ്പം നമ്മൾ ഗ്യാസിലും അടുപ്പും ഒന്നും കത്തിക്കാതെ തന്നെ ചെയ്യുന്ന കാര്യമല്ലേ, കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പം എല്ലാം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നെസ്ലെ മിൽക്ക് മെയ്ഡ് കൊണ്ടുണ്ടാക്കിയ കോക്കനട്ട് ട്രഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്വീറ്റ് തന്നെയാണിത്. ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്നിവിടെ കുട്ടികൾ വരുന്ന സമയത്ത് ഞാനിത് സെർവ് ചെയ്യുന്നതാണ്. അപ്പം റംദാനും ഇഫ്താറിനും ഒക്കെ പറ്റിയ അടിപൊളി റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടും milkmaid.in. അപ്പം നോമ്പ് തുറക്കുന്ന സമയമായപ്പോഴേക്കും ഞാൻ എല്ലാം ടേബിളിലേക്ക് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസും ഒക്കെയാണ് ഞാനിപ്പം എല്ലാം എടുത്തു വെച്ചത്. അപ്പം നോമ്പ് തുറയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കുട്ടികളൊക്കെ എത്തിയത്. അപ്പോഴേക്കും ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു ഗെയിമിൻ്റെ കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പം ഇതിൽ ആർക്കാണ് ഭാഗ്യമുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. മോളെ കഴിച്ചിട്ട് ഇൻസൈഡിൽ ചോക്ലേറ്റ് ഉള്ളത് ആർക്കാണ് കിട്ടിയെന്ന് പറയണം കേട്ടോ. ആർക്കാ കിട്ടിയത്? ചോക്ലേറ്റ് അല്ല, അത് ഡേറ്റ്സ്. അത് ഡേറ്റ്സ് ആണ്. മോക്ക് എന്താ കിട്ടിയത്? കിട്ടിയോ? എത്തിയില്ല. ഒന്നുകൂടെ കടിക്ക്.
ചോക്ലേറ്റ് ചോക്ലേറ്റ് കിട്ടിയത്. അപ്പൊ മോളൊരു പാട്ട് പാടിക്കേ. കഴിച്ചു തന്നിട്ട് മതി. കഴിച്ചു കഴിഞ്ഞ ശേഷം പാടണം കേട്ടോ. കഴിച്ചു എനിക്ക് ചോക്ലേറ്റ് കിട്ടി. കൊച്ചുകുട്ടി They're going to sing loud and say, it's a beautiful day. We are near to sun. So they just me down. ഹാപ്പി ഗുഡ് ഗേൾ. മോള് പാടി. മോൾക്ക് കിട്ടിയതല്ലേ, മോളും പാടും. Shining in the window, time to start a new day. Can't hear the songbirds singing, they're gonna sing